ജമലുല്ലൈലി എന്ന് പറയുന്നത് അങ്ങയുടെ കുടുംബ പേരല്ലേ? കുടുംബനാമാണ്. ഈ ജമലുല്ലൈലി എന്ന് പറയുന്ന ഈ കുടുംബം കേരളത്തിലെത്തിയത് എവിടെ നിന്നാണ്? ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ അഷി എന്ന ദ്വീപിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഇവിടെ എത്തിയത്. ഏകദേശം എന്നാണെന്ന് പറയാൻ കഴിയുമോ? ഏകദേശം 200 വർഷം. 200 വർഷം. ഒരു ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ്. അതെ. ഇവിടെ എത്തിയ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി കടലുണ്ടി നഗരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. ഏകദേശം മമ്പുറം ഖുതുബുസ്സമാൻ മൗലദവീലയുടെ കാലഘട്ടം. ഇവരുടെ പിതാവ് സുമാത്രയിലെ ഭരണാധികാരിയായിരുന്നു. സുൽത്താൻ അബ്ദുറഹ്മാൻ എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. പിതാവ് വളരെ ലാളിച്ച് വളർത്തിയ മകനാണ് സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി. പക്ഷേ അവിടുത്തെ കൊട്ടാരവാസത്തോടും ഈ ആഡംബര ജീവിതത്തോടും താല്പര്യപ്പെടാത്തതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശം മലബാറാണെന്ന് യാത്രക്കാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്ന് അറിഞ്ഞ് മലബാറിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടാൻ പല പ്രാവശ്യം പിതാവിനോട് ആവശ്യപ്പെട്ടെങ്കിലും പിതാവിന് മകനെ പറഞ്ഞയക്കാൻ താല്പര്യം ഉണ്ടായില്ല. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ താല്പര്യമില്ല എന്നല്ല നാട് വിട്ട് പറഞ്ഞയക്കാൻ താല്പര്യമില്ല. അതിന് പല പ്രാവശ്യം അനുമതി തേടിനാ. എങ്കിലും അവസാനം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിതാവൊരിക്കൽ സമ്മതം നൽകി അവിടുന്ന് പുറപ്പെടാൻ യാത്രാ വാഹനം തേടി. അന്നത്തെ പായ്ക്കപ്പലും മറ്റൊക്കെ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാതെ സുമാത്ര ദ്വീപാണല്ലോ. അപ്പൊ അവിടെ കപ്പല് ഒന്നും മാത്രമല്ല കടൽ വഴിയല്ലാതെ വേറെ മാർഗമില്ല. അവിടെ എത്തിയപ്പോൾ വാഹനമൊന്നും ഉണ്ടായില്ല എന്നാ. കപ്പലുകളോ തോണികളോ ഒന്നും ബോട്ടുകളോ കേരളത്തിലേക്ക് എവിടെയും പുറപ്പെടാൻ. ആ സമയത്ത് അദ്ദേഹം സാധാരണ നിസ്കരിക്കാൻ ഉപയോഗിക്കാറുള്ള മുസല്ല എന്ന് പറയപ്പെടുന്നു. അതല്ല, തോളിലണിയാറുള്ള മുസല്ലയാണെന്ന് പറയുന്നു. അത് സമുദ്രത്തിൽ പിരിച്ചു. അതിലൂടെ മലബാറിൽ കടലുണ്ടി നഗരത്തിൽ എത്തിപ്പെട്ടത് ചരിത്രം പറയുന്നത്. അന്ന് കടൽക്ഷോഭമുള്ള, അപ്പോൾ അധികം സമയമില്ല, 5-6 തലമുറക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പലർക്കും അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പണ്ഡിതന്മാരൊക്കെ അവരെ മൗലിദിലൊക്കെ രചിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് ആവശ്യം. കടൽ മുസല്ല വിരിച്ച് വന്നവരെന്ന് പാട്ടൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ഗാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കടലിൻ്റെ മക്കൾ, അവർ സാധാരണ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾ, കടൽക്ഷോഭമുള്ള സമയമാണ്. അപ്പോൾ അവർക്കൊരു സ്വഭാവമുണ്ട്, കടലിങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ള അവർക്ക് താല്പര്യമുള്ള കാര്യം. അപ്പോൾ ഒഴിഞ്ഞ സമയത്ത് കടപ്പുറത്തിരുന്ന് കടലിങ്ങനെ നോക്കി. ആ സമയത്ത് ഒരു തോണി ഇങ്ങനെ വരുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. മുസല്ല വിരിച്ച് വരുന്ന ആരങ്ങ്. പക്ഷെ അതൊരു മരക്കാരെന്നാൾ കണ്ട് ഇയാൾ ആശ്ചര്യത്തിൽ എന്തൊക്കെയാണ് അയാൾക്ക് അമിതമായി. അയാൾ മറ്റുള്ളവരോടൊക്കെ പറയാൻ തുനിഞ്ഞ് ആരോടും അറിയിക്കരുത് പറഞ്ഞു. പക്ഷേ ഇയാളുടെ അമിതാവേശവും ഇതിൻ്റെ ഈ അത്ഭുതം കണ്ട് അയാൾ പലരും പറഞ്ഞു. പക്ഷെ അതോടുകൂടി അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചരിത്രങ്ങൾ. ഈ രംഗം, അതായത് ഈ വരുന്ന രംഗം മറ്റുള്ളവരോട് പറഞ്ഞു. അതെ, ശരി. അങ്ങനെ ആ കൊട്ടാരവാസം വെടിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദീനി പ്രബോധനം. ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. സുമാത്രയിലെ ഭരണാധികാരിയായിരുന്നു. പക്ഷെ അവരുടെ രണ്ടാം പിതാവ് ഈ ജമലുല്ലൈലി എന്നുള്ളത് അതിൻ്റെ 3 പിതാക്കന്മാർ മുമ്പുള്ളവർക്കുള്ള നാമാണ് ജമലുല്ലൈലി. അവരുടെയൊക്കെ അസല് പരിശോധിക്കുമ്പോൾ അവർ അധർമ്മികളാണ്. ഹദ്റമൗത്തിൽ നിന്ന് വന്നവരാ. യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ് ഇവർ അവിടെ എത്തിപ്പെട്ടത്. ഈ പ്രബോധനമായിട്ട് വന്നത് തന്നെയാണ് അവിടെ. ഈ യമനിലെ ഹദ്റമൗത്ത് ഈ സയ്യിദന്മാരുടെ വലിയ കേന്ദ്രമാണ്. ഒരുപാട് തങ്ങളുടെ ഹദ്റമൗത്താണ്. അതേപ്രകാരം തന്നെ ഇവര് നമ്മുടെ തങ്ങളുടെ കുടുംബം ഈ ബുഖാറ ഹദ്റമൗത്ത് ഈ 2 സ്ഥലമാണോ ഈ സയ്യിദന്മാരുടെ ഏറ്റവും വലിയ ഒരു ഈ സയ്യിദന്മാർക്ക് അഭയമായി കിട്ടിയതൊക്കെ അന്ന് ഹദ്റമൗത്തിൽ യമനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യമനിൽ കുടിയേറി പാർത്തുന്ന പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ യമനിൽ തന്നെ ഹദ്റമൗത്താണ് ഇതിന്റെ കേന്ദ്രമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഫേസ്ബുക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കബീലകളെ പരിചയപ്പെടാം. ഇപ്പോൾ ആ ജമലുല്ലൈലിയുടെ ആഫ്രിക്കയിലുള്ളവരും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലുള്ളവരും അപ്പോൾ മറ്റ് യൂറോപ്യൻ കൺട്രിയിലുള്ളവരൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് പോയ ഈ അത് യമനിൽ നിന്ന് പോയി, അതായത് യമനിൽ നിന്ന് ചിലവർ ആഫ്രിക്കയിൽ പോയി, ചിലവർ ഈ ദ്വീപിലേക്ക് വന്നു അല്ലേ? അങ്ങനെ വ്യത്യസ്ത മക്കയിലുണ്ട്. കുടുംബമായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടോ? ഞാൻ പലരായിട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് ബന്ധപ്പെടാറുണ്ട്. അപ്പൊ ഈ ആഫ്രിക്കയിലൊക്കെ ഉണ്ട്. അപ്പോൾ മക്കത്ത് ഒരു കുടുംബമുണ്ട്. തായിഫിലെ ഒരു
കോളേജിലെ പ്രൊഫസർ ഒരു ജമലുല്ലൈലി കുടുംബത്തിൽപ്പെട്ട ആളാണ്. കുടുംബത്തിൽപ്പെട്ടത്. അയാൾ ഒരു ജമലുല്ലൈലി നല്ല സാദാത്യങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 500 പേജുള്ള ഒരു ഗ്രന്ഥം. അതിൽ ഏറ്റവും കൂടുതൽ ജമലുല്ലൈലിയാണ്. അപ്പോൾ ഈ വൈഡാണ് ജമലുല്ലൈലി എന്നുള്ളത്. ജമലുല്ലൈലി ഒരു ഭാഗത്ത് ഒതുങ്ങിയില്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അയാൾ ഈ കേരളത്തിൽ എത്തിയത് വരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്ക് യമൻ ഇതിന്റെ അദർമൗത്ത് ഇവർ എല്ലാവരുടെയും തറവാട് എന്ന് പറയാം. അവിടെ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പലരും പോയി. ഇവർ ഇയാളുടെ പിതാവ് മദീനത്തെ മറവട്ടെടുക്കുന്നത്. ഇപ്പം ഒരു മക്കത്ത് തന്നെ ഒരു അല്ലി ഒരു ഓരണ്ട് ജമലുല്ലൈലി അതിന് പറയാം. ശരി, ഒരു കല്ലി തന്നെ ഉണ്ട്. ജമലുല്ലൈലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കല്ലിയുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ജമലുല്ലൈലി കുടുംബം കേരളത്തിൽ ശരിക്കും എത്ര ഉണ്ട്? ജമലുല്ലൈലി കുടുംബം ഇതാണ് അസൽ. കേരളത്തിൽ അസൽ ഈ കടലുണ്ടി. ഈ കേരളത്തിലെ ഇതിന്റെ കേന്ദ്രം കടലുണ്ടി തന്നെ. അപ്പൊ ഈ 200 വർഷം മുമ്പ്, ഏകദേശം 200 വർഷം 201 അല്ലായിട്ടുണ്ടോ? അതെ, അന്ന് അവിടെ നിന്ന് വന്ന സയ്യിദ് മുഹമ്മദ് ഇപ്പോൾ എവിടെയാണ്? അവർ കടലുണ്ടിയിലാണ്. അപ്പൊ കടലുണ്ടിയാണ് കേരളത്തിൽ കേന്ദ്രം, ജമലുല്ലൈലിയുടെ കേന്ദ്രം. യമനാണ് മൊത്തത്തിലുള്ള കേന്ദ്രം. അവിടുന്ന് പിന്നെ പല ഭാഗത്തായിട്ടും ഇതിപ്പം ഈ മലേഷ്യയിൽ ഞാൻ പല ആളും ബന്ധപ്പെട്ട് ജമലുല്ലൈലി കുടുംബത്തിലുള്ളവർ ഇന്നും സുൽത്താൻമാരായിട്ട് അവിടെ ജോലി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അന്ന് യമനിൽ നിന്ന് പോയവർ വന്നവർ, ഇന്തോനേഷ്യയിൽ നിന്ന് വന്നവർ.